ഗുഡ് മോർണിംഗ്. മോർണിംഗ്. അങ്ങനെ ആൾ ഇന്ത്യ വാൻ ലൈഫ് യാത്രൻ്റെ 19ാമത്തെ ദിവസമായിരുന്നു. നാട്ടിൽ നിന്ന് നമ്മൾ പോകുന്നത് 19 ദിവസമായിട്ടോ. അപ്പോൾ ഡൽഹിയിലുള്ള ഡൽഹിയിൽ നമ്മളെ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടുള്ളത് ഇതാ വിനായക സെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാമ്പിങ്ങിനൊക്കെ ഉള്ളൊരു ഫുള്ള് സെറ്റപ്പുള്ളൊരു ഷോപ്പുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഇന്നലെ താമസിച്ചത്. ഇതാ ഇവിടെ ഒരുപാട് കച്ചവടക്കാരൊക്കെ രാവിലെ തന്നെ പോലുണ്ട്. വേറെ സ്കൂൾ പിള്ളേരും ജോലിക്കാരൊക്കെ പോലുണ്ടോ. നല്ല ഏകദേശം കോടൊക്കെ ഇങ്ങനെ മൂടിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ഉണ്ടോ. രാവിലെ കച്ചവടക്കാരൊക്കെ ഇറങ്ങി തുടങ്ങി. അപ്പോൾ സമയം ഏകദേശം ഒരു 7 മണിക്കായി. നല്ല തണുപ്പാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി ഇതിനുള്ളിൽ 2 പേരും കൂടി ഇങ്ങനെ കിടന്നുറങ്ങി സെറ്റാക്കി. ഇപ്പോൾ ഇതാ ഒക്കെ വിരിച്ചിട്ട് അതിനുള്ളിൽ ലൈറ്റൊക്കെ ഓഫാക്കി വിരിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഭാഗത്തിന് കൊതും കാര്യങ്ങളൊന്നുമില്ല. സംഭവം അങ്ങനെ നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. പിന്നെ ജസ്റ്റ് ഇതിൻ്റെ മുകളിലൊരു വാഷ്റൂം ഉണ്ട്. ജസ്റ്റ് നമ്മൾ അവിടെ പോയിട്ട് നേരെ ഒന്ന് ഫ്രഷ് ആയിട്ട് ഡൽഹി മൊത്തം ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ. അങ്ങനെ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി സെറ്റ് കഴിക്കാനുള്ള 2 ആൾക്കാരും കൊടുത്തു. അങ്ങനെ നമ്മുടെ ആൾ ഇന്ത്യ വാൻ ലൈഫ് യാത്രേൻ്റെ 19ാമത്തെ ദിവസത്തിലേക്ക് അല്ലേ. അപ്പോൾ നമ്മൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഡൽഹിയിലാണ്. ഡൽഹിയിൽ ഇതാ നമ്മളെ ഒരു ജോബി ചേട്ടൻ്റെ ഇവിടെ. അപ്പോൾ പുള്ളി കോൺടാക്ട് ചെയ്ത് നമ്മളെ വീഡിയോ കണ്ടിട്ടുണ്ട്. ഡൽഹിയിൽ എത്തുമ്പോൾ വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മളിപ്പോൾ ഗുരുദാസ്പൂരിയുടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ വണ്ടി അവിടെ ഹോസ്പിറ്റലിൻ്റെ അവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ജസ്റ്റ് ഇവിടുന്ന് എന്തെങ്കിലും ഒരു ഓട്ടോ വിളിച്ചു. ഇവിടെ ചുറ്റി കറങ്ങണമെങ്കിൽ ഭയങ്കര പാടാണ് അല്ലേ. എവിടെ പാർക്കിങ്ങും ഇല്ല. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും റൗണ്ട് അടിച്ച് ഏതെങ്കിലും ഒരു സിഗ്നൽ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ 3-4 കിലോമീറ്റർ ഇനിയും ചുറ്റിട്ട് വേണം വരാൻ. അപ്പോൾ നമ്മൾ ജോബി ചേട്ടൻ്റെ അവിടെ വണ്ടി ഇട്ടിട്ട് ഒരു ഓട്ടോയിൽ മൊത്തം കറങ്ങുള്ള പരിപാടിയാണ്. അപ്പോൾ അതൊക്കെ കാണാം. അങ്ങനെ നമ്മൾ ഡൽഹിയിൽ വന്നപ്പോൾ ജോബി ചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ വന്നപ്പോൾ ഇവരിതാ പിള്ളേർ നമ്മുടെ ചാനലും കണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ഡൽഹിയിൽ വന്നപ്പോൾ ജോബി ചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളതാണ്. ചായ കുടിച്ച് ഇറങ്ങാൻ നിൽക്കുകയാണ്. പേര് പറഞ്ഞില്ല നേരത്തെ, ലോറൻസ് അല്ലേ. ജാനറ്റ്. ചേച്ചിയുടെ പേര് ഷൈമ. ജോബി ചേട്ടൻ ഓക്കെ. സ്കൂളിൽ പോയേക്കാണല്ലേ. ഓക്കെ. അപ്പോൾ കാണാതെ വരുമ്പോൾ അന്വേഷണം പറയാതല്ലോ. ഓക്കെ. അപ്പോൾ താങ്ക് യു. അപ്പോൾ അങ്ങനെ നമ്മളെ യാത്രയുടെ ഭാഗമായി നമ്മൾ വന്നെത്തിയിട്ടുള്ളത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ നമ്മുടെ കേരള ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ റോണി ചേട്ടൻ്റെ കടയാണ്. പുള്ളി കോട്ടയത്തുള്ളതാണ്. ഏകദേശം ഒരു 18 വർഷമായിട്ട് ഇവിടെ കടയായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ മലയാളീസൊക്കെ വരുമ്പോൾ ജസ്റ്റ് റോണി ചേട്ടൻ്റെ അടുത്തൊന്ന് കയറി കഴിഞ്ഞാൽ എല്ലാവിധ സപ്പോർട്ടും പുള്ളി തരും കേട്ടോ. നമ്മളെ വണ്ടി ബാലിംഗ് നേഴ്സിംഗ് ഹോമിൻ്റെ ഫ്രണ്ടിൽ ഇതാ ജോബി ചേട്ടൻ്റെ കെയർ ഓഫിൽ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഈ ബാബ ഇവിടെ സെക്യൂരിറ്റിയാണ്. അപ്പോൾ ഇവിടെ നിർത്തിയിട്ട് നമ്മൾ മൊത്തം ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി ഒരു ഓട്ടോ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഊബർ ടാക്സി വിളിച്ചിട്ടോ പോകാൻ വിചാരിച്ച് നിൽക്കണം കേട്ടോ. ബ്യൂട്ടി പാർലർ കുറയ്ക്കാൻ വേണ്ടിയിട്ടില്ലേ. നാഷണൽ വാർ മെമ്മോറിയൽ. ഏകദേശം 13,000 സൈനികരുടെ പേര് ഈ ഇന്ത്യയിൽ കൊത്തിവെച്ചു ഓരോ ഫില്ലറും. അപ്പോൾ നമ്മളെ 2 ദിവസം മുന്നേ ഒരാഴ്ച മുന്നേ ഇവിടെ റെഡ് ഫോർട്ടിലൊരു ടെററിസ്റ്റ് അറ്റാക്ക് നടന്നുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര സെക്യൂരിറ്റിയാണ്. പട്ടാളക്കാരൊക്കെ നമ്മൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ ഫുള്ള് ചെക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് കയറ്റി വിടുന്നത് കേട്ടോ. എന്നിട്ട് നല്ല ഡൽഹിയിൽ മൊത്തത്തിൽ നല്ല ചെക്കിങ് ആണ്. അപ്പോൾ അവിടെ നമ്മുടെ സുഹൃത്തിൻ്റെ ഹോസ്പിറ്റലുണ്ട്. അവിടെയൊക്കെ വന്നിട്ട് ഡെയിലി വന്നിട്ട് എത്ര ആൾക്കാർ ഇവിടെ വന്ന് എത്ര ആൾക്കാർ പോയി വർക്ക് ചെയ്യുന്ന പേര് ഡീറ്റെയിൽ എല്ലാം ചോദിച്ചിട്ടാണ് ഇവിടെ അവർ തുറന്നു പോകുന്നത് കേട്ടോ. ഡൽഹി ഭയങ്കര സെക്യൂരിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും. 1-ാം ലോക മഹായുദ്ധത്തിൽ വീരമൃത്യു മരിച്ചിട്ടുള്ള സൈനികരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ സ്മാരകം ഇവിടെ പണിതിട്ടുള്ളത്. ഇന്ത്യ ഗേറ്റ് 1931 ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ കുറച്ച് മുന്നേ റെഡ് ഫോർട്ടിലൊരു ടെററിസ്റ്റ് അറ്റാക്ക് നടന്നുകൊണ്ട് തന്നെ ഇത് ഭയങ്കര സുരക്ഷയിലാണ് കേട്ടോ. NCC കുറേ കുട്ടികളൊക്കെ അവിടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ഡൽഹിയിൽ അഗ്രസേൻ കി ബൗളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ. മഹാഭാരതവുമായി ബന്ധപ്പെട്ടിട്ട് രൂപപ്പെട്ടുള്ളൊരു സംഭവമാണെന്ന് പറയപ്പെടുന്നത്. കറക്റ്റ് ചരിത്രം എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ കാണുന്ന കൂടുതൽ ജസ്റ്റ് ഇതും കൂടി നമ്മൾ കവർ ചെയ്തിട്ടുള്ളതാണ്. ബാഹുബലി
കേരള ഹൗസിലാണ് ഡൽഹിയിൽ. ഇന്നിപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫുഡ് കേട്ടോ. ഉണ്ടോ, നല്ല മീൻ പൊരിച്ചത്, മീൻ കറി, എല്ലാം സെറ്റപ്പും ഉണ്ട്. ലാൽ ബഹദൂർ ശാസ്ത്രി മെമ്മോറിയൽ അവിടെ ഉള്ളത് ഒരു മ്യൂസിയം ആണ്. ഞാൻ ഗാന്ധി ഹൗസിലേക്ക് കടന്നോട്ടെ. നമുക്ക് എനിക്ക് ഈ മരിക്കുന്നതിന് തൊട്ട് മുന്നേ 144 ദിവസം ചിലവഴിച്ചിട്ടുള്ള വീടും റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ജസ്റ്റ് ആ പരിസരം കൊണ്ട് ജസ്റ്റ് നമുക്ക് വാച്ച്. ലാസ്റ്റ് ഒരു മരിച്ച ടൈമിൽ കിടത്തിയിട്ടുള്ള കട്ടിലാണ്. ഒരു വിശ്രമത്തിലാണ് ഏരിയ. നമ്മളെ ഇന്ദിരാഗാന്ധിൻ്റെ മെമ്മോറിയൽ ഒരു മ്യൂസിയത്തിലാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ ഇവിടെ നിന്ന് അകത്തേക്ക് മൊബൈൽ അലൗഡല്ല. അവിടെ അന്ന് വെടിയേറ്റ് മരിച്ചൊന്നും എടുക്കുന്ന സാരി എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ അതൊക്കെ കവർ ചെയ്ത് കാണാൻ പറ്റി. നമുക്ക് ജസ്റ്റ് വീഡിയോയിൽ പകർത്താൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ. ഇനിയിപ്പോൾ ഗാന്ധിജീൻ്റെ മ്യൂസിയത്തിലാണെന്നുണ്ടെങ്കിലും നമ്മൾ അവിടെയൊക്കെ പോയി എന്നല്ലാതെ ജസ്റ്റ് വീഡിയോ പകർത്താൻ പറ്റില്ല. ജസ്റ്റ് നമുക്ക് കാണാനും അതൊക്കെ അറിയാനാണ് പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ. ക്യാമറ അലൗഡല്ല, ഭയങ്കര സെക്യൂരിറ്റി പ്രോബ്ലമാണ്. ഡൽഹിയിൽ ഇതാ രാഷ്ട്രപതി ഭവൻ ഉണ്ട് നമ്മുടെ ബാക്കിൽ. അതേപോലെ തന്നെ പാർലമെൻറ്റ് ഓഫീസ് ഇതാ അവിടെ കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇതൊക്കെ കാണേണ്ട കാഴ്ചയാണ്. നമ്മൾ ഡൽഹി സ്കിപ്പ് ചെയ്യാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ വരുമ്പോൾ അതൊക്കെ കാണുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് രാഷ്ട്രപതി ഓഫീസ്. അതേപോലെ പ്രധാനമന്ത്രിൻ്റെ ഓഫീസ് അവിടെ വരുന്നുണ്ട്. നേരെ പാർലമെൻറ്റ് അവിടെ കാണുന്നുണ്ട് കേട്ടോ. പുതിയ പാർലമെൻറ്റിൻ്റെ കെട്ടിടമാണത്. ലോട്ടസ് ടെമ്പിൾ അല്ലേ? ലോട്ടസ് ടെമ്പിളിന്റെ ചരിത്രം കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെ നല്ല അടിപൊളി ഭംഗി ആദ്യം തലയുയർത്തി നിൽക്കുന്ന ഉണ്ടാക്കിയുള്ള സ്ട്രക്ചറിനെ നോക്കുക ഈ സംഭവം അല്ലേ? ഇതിന്റെ അകത്തേക്ക് നോ എൻട്രി ഉണ്ടോ? അകത്തേക്ക് കയറുമ്പോഴേ ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ട് വേണം പോകാൻ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വെച്ചിട്ട് കൗണ്ടറിൽ വെച്ചിട്ട് പോകാൻ. മഹാത്മാഗാന്ധി അന്ത്യവിശ്രമം പോകുന്ന അതിനിടയ്ക്കുള്ള രാജീവ് ഗാന്ധിൻ്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. എൻ്റെ സ്വാതന്ത്ര്യത്തിൽ അഭിമാനം കൊള്ളുന്നു. സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കുന്നതിനും കരുത്തുമായ കൃഷിയിലും വ്യവസായത്തിലും ഉന്നത സാങ്കേതിക വിദ്യയിലും ശക്തവും സ്വയം പര്യാപ്തമായ ജാതി മത പ്രാദേശിക ചിന്തകളെ അതിജീവിക്കുന്ന വിശ്വാസ പ്രമാണവും ഐക്യവുമുള്ള ദാരിദ്ര്യത്തിൻ്റെയും സാമൂഹികവും സാമ്പത്തികവും കുറെ വായിക്കണ്ടേ സംഭവം. രാജീവ് ഗാന്ധിൻ്റെ അന്ത്യവിശ്രമം പോകുന്ന സ്ഥലമാണ്. അത്ര സഞ്ജീവ് ഭായിൻ്റെ കൂടെ കേട്ടോ നമ്മളെ ഓട്ടോ ഡ്രൈവർ. സഞ്ജീവ് ഭായിയാണ് ഞങ്ങളെ ഡൽഹി പൂരാഗുംനെ റൗണ്ട് ചുറ്റി കാണിച്ചു തന്നിട്ടുള്ളത്. ഒരു ദിവസം കൊണ്ട് എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തന്നെ. പോരാത്തതിന് മൂപ്പര് പോണ വഴിക്കുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത് പറഞ്ഞ് എല്ലാം ചെയ്തു. സഞ്ജീവ് ഭായിക്ക് ബിഗ് സല്യൂട്ട്, ധന്യവാദ്. കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ടെററിസ്റ്റ് അറ്റാക്കിൽ 10-14 ആൾക്കാർ മരിച്ചിട്ടുള്ള റെഡ് ഫോർട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെ ആൾ ഇന്ത്യ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഡൽഹിയിൽ വന്നപ്പോൾ ഇതൊക്കെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സംഭവത്തിൽ ഒരുപാട് ജനങ്ങൾ വരുന്ന സ്ഥലമാണ്. വലിയൊരു അപകടമാണ് ഒഴിവായിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഇവിടെ ഭയങ്കര ഹൈ സെക്യൂരിറ്റിയും കാര്യങ്ങളാണ്. ഇവിടെ പോലീസുകാർ വരുന്ന നേരത്തൊക്കെ ബാഗും ഫുള്ള് നമ്മളെ എല്ലാം പരിശോധിച്ചിട്ടാണ് അകത്തേക്ക് വരുന്നത് കേട്ടോ. അങ്ങനെ റെഡ് ഫോർട്ടിലെ ലൈറ്റ് ഷോ വാച്ച് ചെയ്യാനുള്ള കാത്തിരിപ്പിലാണ് ഞങ്ങൾ. ചൗന്ദിനി ചൗക്ക് മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു ഇലക്ട്രോണിക്സിൻ്റെ ഫുൾ ഇലക്ട്രോണിക്സ് എങ്ങോട്ട് തിരിഞ്ഞാൽ ഇലക്ട്രോണിക്സിൻ്റെ ഷോപ്പുകൾ കേട്ടോ. ക്യാമറ ആയാലും മൊബൈൽ ഷോപ്പ് എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. മൈക്ക ക്യാമറ. അപ്പോൾ അതിൻ്റെ ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ കയറിയിട്ടുള്ളത്. ഡൽഹി മെട്രോ കൂടി ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് കരോൾ ബാഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള മെട്രോ ട്രെയിന് വെയിറ്റ് ചെയ്ത് നിൽക്കട്ടോ അവിടെ. ഇന്ന് രാവിലെ നമ്മൾ ഡൽഹി ഫുള്ള് കവർ ചെയ്തു. ഇതാ നമ്മളെ വണ്ടി ഈ ഹോസ്പിറ്റലിന്റെ പാർക്കിങ്ങിൽ ഇതാ അവിടെ ഈ തുറന്ന സ്ഥലത്ത് പൊതുവായ സ്ഥലത്ത് നിർത്തിയിട്ട് വേറൊരു ഓട്ടോറിക്ഷയിൽ കയറിയിട്ടാണ് നമ്മൾ ഡൽഹി മൊത്തം കറങ്ങിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ
പാർക്കിങ്ങിന് ഫീ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ CNG അടിച്ച് അറിയാത്ത സ്ഥലത്ത് കൂടെ കറങ്ങി ഭയങ്കര എക്സ്പെൻസീവ് ആവും ചെയ്യും. പിന്നെ ഒന്നും നടക്കൂല, നമുക്ക് സ്ഥലങ്ങളായിട്ട് അറിയില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു ഓട്ടോ വിളിച്ചിട്ട് ഒരു 1500 രൂപ മുടക്കി നമ്മൾ ഡൽഹി മൊത്തം പറയാം ഏകദേശം കണ്ടു തീർത്തിട്ടുണ്ട് കേട്ടോ. മറ്റേ നമ്മളെ ഗാന്ധി സ്മൃതി, പിന്നെ രാജ്ഘട്ട്, അതേപോലെ തന്നെ റെഡ് ഫോർട്ട്, ലോട്ടസ് ടെമ്പിള്, ഇന്ത്യ ഗേറ്റ്, പിന്നെ കേരള ഹൗസ് പോയിട്ട് ഫുഡ് കഴിച്ച് അങ്ങനെ ഒരുവിധം എല്ലായിടത്തും നമ്മൾ എത്തിപ്പെട്ടു. ഒരു ദിവസം കൊണ്ട് നമ്മൾ മാക്സിമം കവർ ചെയ്യാനുള്ളിടത്തോളം കവർ ചെയ്തു. അപ്പോൾ അങ്ങനെ നമ്മൾ ലാസ്റ്റ് എത്തിയിട്ടുള്ളത് ഇതാ തിരിച്ച് നേരെ വണ്ടി പുറത്തുനിന്ന് ജോബി ചേട്ടൻ്റെ കെയർ ഓഫിൽ നമ്മൾ വണ്ടി അകത്ത് കയറ്റിയിട്ടിട്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്ത് സുഖമായിട്ട് ഉറങ്ങാൻ പോവാണെന്ന്. ഇനി ഒന്ന് ജസ്റ്റ് ഹോസ്പിറ്റലാവുകൊണ്ട് ഇവിടെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. ഇവിടെ ടൗൺ ഏരിയ ആയതുകൊണ്ട് നമുക്ക് പമ്പിൽ പാർക്ക് ചെയ്യാനോ ഒന്നിനുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടെയാണ് വണ്ടി നിർത്തിയിട്ടുള്ളത്.